ചേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു വീഡിയോ വരുന്നത്. അതായത് ഐശ്വര്യ എന്ന് പറയുന്ന ചേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറായിട്ടുള്ള ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചിയുടെ അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള ലിറ്റി എന്ന് പറയുന്ന ഒരു ലേഡീനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശയാക്കി. അതായത് ഈ ലിറ്റി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡിൻ്റെ മൂത്ത സഹോദരൻ, അതായത് ഐശ്വര്യ എന്ന് പറയുന്ന ഈ ചേച്ചിയുടെ ഏറ്റവും മൂത്ത അമ്മാവൻ ആണ് ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന ആ ഒരു ലേഡീനെ ആണെങ്കിൽ തല്ലിച്ചതച്ച് അവശയാക്കി നടു റോഡിൽ വെച്ചിട്ട് തുണി വരെ വലിച്ചു കീറിപ്പിച്ച് ചീന്തി അങ്ങനെ കുറേ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നീടാണെങ്കിൽ ആ ഒരു ലിറ്റി എന്ന് പറയുന്ന ലേഡിക്ക് തന്നെ പറയാനുള്ള കാര്യങ്ങൾ വീഡിയോക്കകത്തൂടെ ഷെയർ ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് ലാസ്റ്റ് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ മർദ്ദിച്ച സമയത്ത് ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും കണ്ടുകൊണ്ട് നിൽക്കും. അപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇതിനകത്ത് പ്രതികരിച്ചില്ല എന്ന് നമ്മളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവർ ഇങ്ങനെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ആക്ഷനോ കാര്യങ്ങളോ അവിടെ നിന്നും എടുത്തിട്ടില്ല. കാര്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ഷന് കാര്യങ്ങളൊക്കെ എടുക്കാത്തത്. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് സമയങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതുൽ വ്ലോഗ്സിൻ്റെ ചാനലിലൂടെ മറ്റൊരു വീഡിയോ വന്നു. അതായത് ഈ മർദ്ദിച്ച വ്യക്തി ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലിറ്റി എന്ന് പറയുന്ന ലേഡീനെ മർദ്ദിച്ച വ്യക്തി, ആ വ്യക്തിയുടെ പേര് തോമസ് എന്നാണ്. ഈ തോമസ് എന്ന് പറയുന്ന ആളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അതുൽ വ്ലോഗ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്സ് അയച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ ക്ലിപ്പിനകത്ത് കാണിക്കുന്നത് അന്നത്തെ ദിവസം അവിടെ അടി ഉണ്ടായിട്ടുള്ള ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ഇതിനകത്ത് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഒപ്പം ഒരു വോയിസ് ക്ലിപ്പ് കൂടി അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ലിറ്റിയുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്, തോമസിൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ആവശ്യമാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ലിറ്റി പറയുന്നത് മാത്രമല്ല സത്യം, ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി പറയുന്നതല്ല സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ വോയിസ് അയക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആണെങ്കിൽ അവരുടെ ഒരു വഴക്കുണ്ടായിട്ടുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. ഇതിനകത്താണെങ്കിൽ തോമസിന്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ തൊട്ടാലെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞപ്പോൾ ലിറ്റി എന്ന് പറയുന്ന ലേഡിയും അങ്ങോട്ട് തിരിച്ച് തല്ലാതെ എന്തായാലും ഇത് പറയൂല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ട്. രണ്ട് കൂട്ടരും ഈ പറയുന്ന ഇവരുടെ സ്വത്ത് തർക്കത്തിൻ്റെയോ പൈസയുടെ വിഷയമോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് ഈ ലേഡി ഒന്ന് പറഞ്ഞേക്കുന്ന സാധനം എന്ന് വെച്ചാൽ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചു, എന്നെ മാത്രമാണ് മർദ്ദിച്ചത്, തിരിച്ചൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വീഡിയോ എടുക്കണമെന്നും പറയുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതുൽ വ്ലോഗ്സിന് ഈ പയ്യൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അയച്ചു കൊടുത്ത ആ ഒരു വോയിസ് ക്ലിപ്പുണ്ട്. അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇത് ഇപ്പോൾ ഇവരുടെ ഹസ്ബൻഡിന്റെ ചേട്ടനല്ലേ നിന്റെ അച്ഛൻ? അതെ, അത് തന്നെ. അപ്പം നിങ്ങളുടെ സത്യത്തിൽ എന്താണ് ആ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ? അവര് അമ്മേനെ പറ്റി നോക്കില്ല, അത് വേറൊരു കാര്യം. പിന്നെ ആരും നോക്കുന്നില്ല അവര് സ്ത്രീയുടെ ഭർത്താവും ലിറ്റി എന്ന് പറയുന്ന എന്റെ അപ്പന്റെ അമ്മേനെയും അപ്പനെയും നോക്കുന്നില്ല. അവര് വാടകയ്ക്ക് പോയി, നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ കാര്യം, മറ്റേ എന്റെ അപ്പന്റെ അവര് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് അവര് തിരിച്ചു തരുന്നില്ല. എത്ര രൂപ? ആദ്യം 1.25 ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് 1 ലക്ഷം പോലീസ് കേസ് ആയിട്ട് അത് 36,000 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് അപ്പൻ 3,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ആയതുകൊണ്ട്. പക്ഷെ അത് അവർക്ക് തരാൻ പറ്റിയില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട് വീഡിയോ എടുക്കും. ചോദിക്കാൻ ചെല്ലുമ്പോ അവര് വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇത് ഇപ്പം റീസണിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാവാനുള്ള റീസൺ അവര് ഇന്നലെ വന്നപ്പോ തന്നെ എന്റെ അമ്മച്ചിനെ വേണ്ടി കാപ്പിച്ചു പോയി അമ്മച്ചിനെ അടിക്കാൻ ചെല്ലുകയും ചെയ്തു അവരുടെ അമ്മ. അത് എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചിട്ട് വെല്ലുവിളിക്കായിരുന്നു. വീട്ടിലിരിക്കണ എന്റെ അപ്പനെ വെല്ലുവിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് 4 പേര് കൂടി വന്നു. ആദ്യം അവരെ അമ്മയും വന്നു, പിന്നെ ആ സ്ത്രീയും വന്നു, എന്റെ അപ്പം വന്നു. നീ എന്ത് വീടാന്ന് പറഞ്ഞ് വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ എന്നിട്ട് എന്റെ അപ്പൻ തളർന്ന് വീണു കഴിഞ്ഞിട്ട് അവരുടെ അപ്പനെ അവിടെ നിൽക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അവരുടെ അപ്പനെ വയ്യെന്ന് പറഞ്ഞ അവരുടെ അപ്പൻ അവിടെ കിടന്നേക്കുന്നു. അപ്പൊ ഈ ഐശ്വര്യമായിട്ടുള്ള ബന്ധം എന്താണ് ഇവര് ലിറ്റിയും? ഐശ്വര്യ എന്റെ
എന്റെ പപ്പയുടെ ചേച്ചിയുടെ മോളാണ്. അവരുമായിട്ട് എന്താ കൊണ്ടുവന്ന് എനിക്ക് അത് അവരുടെ എന്റെ പപ്പയുടെ അനിയനുള്ള ഇവരുടെ ഹസ്ബൻഡ്. അപ്പൊ എന്റെ പപ്പയുടെ 3 ചേച്ചിയുടെ മോളാണ് ഈ ഐശ്വര്യ. ഐശ്വര്യാണ് വീഡിയോ ഇട്ടേക്കാണ്. അതിന് ഐശ്വര്യ പറയുന്നത് കള്ളമെന്നാണോ പറയുന്നത്? ഐശ്വര്യ പറയുന്നത് കള്ളമാണ്. അല്ലെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവരാണ് കൂടി ചെയ്തത്. ഹെൽമെറ്റിന് അടിക്കുകയും ഇതൊക്കെ ചെയ്തത് അവരാണ്. എന്റെ പിന്നെ ഡ്രസ് ഇത് ഇപ്പം നിങ്ങൾ ബ്രോയുടെ അച്ഛനും ഈ പറയുന്ന ലിറ്റിയുമായിട്ട് പ്രശ്നം നടന്നപ്പോ ഈ ലിറ്റിയുടെ ഹസ്ബൻഡ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ലേ? ഇല്ല. അങ്ങനെ എന്ത് ചെയ്തോണ്ടെന്ന് അങ്ങേര് പിടിച്ചു മാറ്റി ചില സമയത്ത് പിടിച്ചു മാറ്റണ്ടായില്ല. ആ വീഡിയോയിൽ അങ്ങനെ ഏതാണ്? അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ മറച്ചിട്ടിട്ട് പിടിച്ചു മാറ്റിയപ്പോഴാണ് അവരുടെ ഡ്രസ് കീറിയത്. അല്ല എന്റെ വീഡിയോ ഞാൻ അയക്കുന്നുണ്ട്, അതിലുണ്ട്. ഇതിനു മുന്നേയും ഇതുപോലെ വഴക്ക് നടന്നിട്ടുണ്ടെന്ന് ലിറ്റി പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് വ്യത്യാസത? അത് ഈ പൈസയുടെ കാര്യത്തിൽ തന്നെ അവർക്ക് കൊടുത്തോളാന്നാണ് ആദ്യം പറയുന്നത്. അവര് 2 പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ തരാനുണ്ട്, തന്നോളാന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോ അവർക്ക് കൊടുത്തിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോ അവര് മാറ്റി പറയും. ഇവരിങ്ങനെ അമ്മച്ചിയുടെ അപ്പത്തിന്റെ അടുത്ത് ഉറച്ചെടുക്കുന്ന കാരണം കൊണ്ട് ഇവര് തമ്മിലും വഴക്കുണ്ടാവണ കാരണം കൊണ്ട് ഈ വാടകയ്ക്ക് പോയി വന്നേ. പിന്നെ ഇവര് എനിക്ക് പഠിക്കാൻ പോലും പറ്റണ്ടായില്ല. അവിടെ എന്നും ഒച്ചപ്പാടായിരുന്നു എന്റെ പപ്പയുടെ അമ്മയുടെ അടുത്തും അപ്പന്റെ അടുത്തും. ഞാൻ ബോംബെയിലാണ്. എന്റെ അനിയത്തിക്ക് അത് കാരണം പനി വരെ വന്നിട്ടുണ്ട്. മര്യാദക്ക് ഉറങ്ങാത്തോണ്ടും ഈ ഒച്ചപ്പാട് കേട്ട് പേടിച്ചിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അല്ല. അടുത്തടുത്താണോ വീട്? അടുത്തടുത്ത്, തൊട്ടടുത്ത്. അതിലൊന്നുമില്ല. ഓക്കേടാ. അപ്പൊ നിനക്ക് ഒരു മോൻ തന്നെ? നീ ഒരു ആള് തന്നെ? അല്ലല്ല, എനിക്കൊരു അനിയത്തി ഉണ്ട്. ഇതിനകത്ത് ഈ പയ്യൻ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ പറയുന്ന കാര്യങ്ങളിൽ ലിറ്റി ഇപ്പം ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഓക്കെ, മുഴുവൻ കള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഇത്രയും നാളായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളല്ലേ ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി. അപ്പം പുള്ളിക്കാരുടെ ഭാഗത്ത് മേ ബി മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാം, എന്തുമായിക്കോട്ടെ. 100% ഇവരുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഇത്ര ധൈര്യത്തോടു കൂടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ആൾക്കാർ ഓഡിറ്റ് ചെയ്യുമെന്നും ഇത്രയും ആൾക്കാർ ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പുള്ളിക്കാരിക്കുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പയ്യൻ പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ അവരാണ് ഇങ്ങോട്ട് തല്ലിയത്, ഹെൽമറ്റും കൊണ്ട് അടിച്ചതൊക്കെ അവരാണ്. എൻ്റെ പപ്പ ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്ര അവശയായിട്ട് ഈ പറയുന്ന പോലെ ബോഡിക്ക് ഇതൊക്കെ പറ്റിയിട്ട് സ്വയമേ പരിക്കേൽപ്പിച്ചിട്ട് പോയി കിടന്നതാണോ? അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഇവരുടെ ഭാഗത്ത് മാത്രം തെറ്റായിട്ട് പിന്നീട് ഇത്ര ധൈര്യത്തോടു കൂടി തന്നെ വിടുക, അതൊക്കെ കുറച്ച് കൺവിൻസിങ് ആണോ? പിന്നീട് ഈ പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഈ പയ്യൻ പറഞ്ഞ കാര്യത്തിൽ കുറേ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഇല്ലേ. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാകുമ്പം പയ്യൻ എത്രയും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ കുറവ് ക്ലാരിറ്റി ഉണ്ടാകും. എന്തായാലും ഇതിനകത്ത് എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പറയുന്ന സാധനമാണ് ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ലിറ്റി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് ഒന്നും ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ വിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഹസ്ബൻഡിൻ്റെ കാര്യം. അപ്പോൾ ഇവർ ഈ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് എന്തുകൊണ്ട് മിണ്ടിയില്ല, ഇയാളെ കളഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ ഫസ്റ്റ് എനിക്ക് മൈൻഡിൽ വന്നിട്ട് തോന്നിയ സാധനമാണ്. അപ്പോൾ ഞാൻ പിന്നെ പറയാഞ്ഞത് അത് ഈ പുള്ളിക്കാരിക്ക് പിന്നീട് അത് ഹേർട്ട് ആകുമോ എന്നുള്ള രീതിയിൽ ഇവർക്ക് വീഡിയോയ്ക്ക് നമ്മൾ പറയുന്ന സാധനം അറിയാമല്ലോ. ലാസ്റ്റ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മുടെ വാക്കുകൾ പലർക്കും ഹേർട്ടായിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഹേർട്ട് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് സ്കിപ്പ് ചെയ്ത് ഞാൻ വിട്ടത്. അപ്പോൾ പിന്നീട് ഇത് പറഞ്ഞു 2-3 ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് ഐശ്വര്യ എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചി തന്നെ പറഞ്ഞത് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കണം, ഈ വിവരം എല്ലാവരും അറിയണം എന്നുള്ളതാണ്. അത് തന്നെയല്ലേ എല്ലാവരും ചെയ്തത്. അപ്പം അതിനകത്ത് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ പറയുന്ന പോലെ ലിറ്റി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് എന്തിയെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യം വളരെ കൃത്യമായിട്ട് ചേച്ചി ആ ഒരു വീഡിയോക്കത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഈ പറയുന്ന ആൾക്കാരെ അയാളെ മണ്ണുണ്ണിന്നും എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നൊരു സാധനം ഞാൻ പറയണം, അവർക്കിപ്പോൾ എത്ര ഹേർട്ട് ആയാലും എനിക്ക് കുഴപ്പമില്ല. കാര്യം ഇപ്പം 2 ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഹസ്ബൻഡ് സമയത്ത് എന്തായാലും ചെയ്തത് അത് ഭയങ്കര സംശയത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ ഈ ഹസ്ബൻഡ് ഒരു മണ്ണുണ്ണിയാണ്, അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു കളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കളിയാണ് എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ പയ്യനെ കൊണ്ട് പറയിപ്പിച്ചൊരു സാധനമാണെന്നാണ് വേറൊരു സാധനം തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു ക്ലാരിറ്റി ഇല്ലാതെ മോനെ നീ അത് തന്നെ പറഞ്ഞോടാ എന്ന് പറഞ്ഞു നമ്മളൊന്നും ചെയ്തില്ല എന്ന് തന്നെ പറഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോസ് ചെയ്യുന്ന അതുൽ വ്ലോഗ്സിനെ കോൺടാക്ട് ചെയ്യുകയും ആ പയ്യനെ സ്വയമേ തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ പയ്യൻ അങ്ങനെ വിഷമം തോന്നിയിട്ട് അത്രയും ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരിക്കലും ഈ വോയിസ് വെക്കണമെന്നൊന്നും അങ്ങനെ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പം ഈ പയ്യനടുത്ത് ചോദിച്ച സമയത്തേക്കിന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, വോയിസ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ. ഓക്കെ 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 എന്തായാലും ഓക്കേടാ, ഞാനിത് എന്തായാലും നീ സംസാരിച്ചതും കൂടി ഞാൻ വീഡിയോയിൽ വയ്ക്കാം. എന്തായാലും നിങ്ങളുടെ സൈഡും കൂടി കേൾക്കണമല്ലോ ആൾക്കാർ. ഓക്കേടാ, അപ്പോൾ ഇതാണ്. ഓക്കെ എന്താ ശരി, ഓക്കേടാ. ഓക്കെ, ഇത് കേട്ടപ്പോൾ ഒന്നെങ്കിൽ പയ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് വിളിച്ചായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് തോമസ് എന്ന് പറഞ്ഞ വ്യക്തി ആടാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു മേ ബി ഇതായിരിക്കും. അതൊന്നും നമുക്കറിയത്തില്ല, നമുക്കറിയുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാലും മേ ബി ഈ പറയുന്ന പയ്യനെ കൊണ്ട് തോമസ് പറയിപ്പിച്ചാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യനെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം വന്ന് സംസാരിക്കുക, അല്ലാതെ ഒരുമാതിരി നട്ടലില്ലാത്ത പോലെ പയ്യനെ കൊണ്ടല്ല വന്ന് പറയിപ്പിക്കേണ്ടത്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം പൂർണ്ണമായിട്ട് അവിടെയാണോ തെറ്റ് ഇവിടെയാണോ തെറ്റ് എന്നൊരു സാധനം പറയാനെ കൊണ്ട് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞ് 2 ഭാഗം കൂടെ കേൾക്കണം എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. നടു റോഡിൽ വെച്ചിട്ട് തുണിയൊക്കെ വലിച്ച് കീറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാണ് ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത്? ഞാൻ ഇപ്പോൾ 6 ഭാഗത്ത് ന്യായം തെറ്റെന്ന് പറഞ്ഞാലും തുണിയൊക്കെ വലിച്ച് കീറുക എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക എന്നൊക്കെ ഉള്ളത് ഇപ്പം 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ തുണി വലിച്ച് കീറുക എന്നൊക്കെ പറയാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലടി. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു സാധനം 2 ഭാഗം കേൾക്കണമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന ആള് അങ്ങോട്ട് ഈ തോമസിന്റെ തുണി വലിച്ചൂരിയിട്ട് നറുകൂടിയിൽ നിർത്തിയ. പിന്നെ ഇതിനകത്ത് ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് എന്തായാലും ചുറ്റുപാടും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം 6 ഭാഗത്താണോ ന്യായം, അവരിപ്പം ആൾക്കാരുടെ മുന്നിൽ തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവരുടെ മാത്രമാണ്. ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും വന്ന് പറയും ഇത് 6 ഭാഗത്താണ്, അല്ലെങ്കിൽ തുണി വലിച്ചു കീറിയോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് ആൾക്കാർക്ക് പറയാം. ഇപ്പം അന്ന് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ തുണി വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്തായാലും തീർച്ചയായിട്ടും. അപ്പോൾ മേ ബി അവരിത് പറയാത്തതാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലയോ എന്നൊന്നും ഇപ്പോഴും ഒരു ക്ലാരിറ്റി എന്തായാലും ഇതിനകത്തില്ല. പിന്നെ പോലീസുകാർ ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാര്യം സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് ആക്ഷൻ എടുക്കാതിരിക്കും. ആക്ഷൻ എടുക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയെങ്കിലും ആക്ഷൻ എടുക്കണ്ടേ? ഇത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ വന്നിട്ടുണ്ടോ ഇതിനൊന്നും ഇതുവരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാം. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും താഴെ പറയാം.